INA-യിൽ ചേർന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പ്രവർത്തിച്ച ഒരു ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ച് ചരിത്രത്താളുകളിൽ നമുക്ക് വായിച്ചറിയാം. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ലിറ്റിൽ ലക്ഷ്മിയുടെ പേര് കേൾക്കുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ ലക്ഷ്മിയും ലിറ്റിൽ ലക്ഷ്മിയും ഒരാളാണോ അതോ രണ്ടുപേരാണോ? ഈ ലിറ്റിൽ ലക്ഷ്മി എവിടുത്തുകാരിയാണ്? അവരെക്കുറിച്ച് എന്തൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത് നമുക്ക് INA-യുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്? ലിറ്റിൽ ലക്ഷ്മി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 96 വയസ്സ് കഴിഞ്ഞ് 97ാമത്തെ വയസ്സിൻ്റെ തുടക്കമാണ്. കഴിഞ്ഞ ആഴ്ച ലക്ഷ്മി അമ്മയെ ഞാൻ സന്ദർശിച്ചിരുന്നു. ഇത് വേറൊരു രസമുണ്ട്. ലക്ഷ്മി അമ്മ 40 കൊല്ലം കേരളത്തിൽ ആരാരും അറിയാതെ ഇവിടെ ജീവിച്ചിരുന്നു. കളമശ്ശേരിയിൽ ലക്ഷ്മി അമ്മയുടെ മക്കൾ ജനിച്ചതും അവർ വിദ്യാഭ്യാസം നേടിയതും എല്ലാം കേരളത്തിലാണ്. പാലക്കാട്ട് വേരുകളുള്ള കോയമ്പത്തൂരിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിലാണ് ലക്ഷ്മി അമ്മ ജനിച്ചത്. പിതാവിൻ്റെ പേര് നടരാജൻ, അമ്മ മീനാക്ഷി. 1927 ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരാണെങ്കിലും പിന്നെ അവർ പറിച്ചു നടക്കപ്പെട്ടത് ബർമയിലേക്കാണ്. 1940 പിതാവിന് ബർമയിൽ ഒരു ഷുഗർ ഫാക്ടറി ജോലി കിട്ടി. അറിയാമല്ലോ, തമിഴ്നാട്ടിലെ പഴയ അയ്യങ്കാരന്മാരുടെ ബ്രാഹ്മിൺസിൻ്റെ കണക്ക് ചെയ്യാൻ വളരെ മിടുക്കരാണ്. എല്ലാ ഓഡിറ്റിങ്ങിനും അക്കൗണ്ടന്റുമാരാണ്. അങ്ങനെ അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഷുഗർ ഫാക്ടറി ജോലിക്ക് പോയി. റംഗൂണിൽ ബർമയിൽ വെച്ച് ഈ യുദ്ധത്തിൻ്റെ സമയമൊക്കെ ആയി. ആ സമയത്ത് അദ്ദേഹം മക്കളെയും കുടുംബത്തിനെയും ബർമയെ കൊണ്ടുപോയി. ആ സമയത്താണ് യുദ്ധം തുടങ്ങി. ആ സമയത്തായിരുന്നു ഈ നേതാജി റംഗൂണിലെത്തിയത്. റംഗൂണിൽ നിന്ന് അദ്ദേഹം ബ്രിട്ടീഷുകാർ കീഴടക്കിയ സ്ഥലത്തെല്ലാം ചെന്നിട്ട് ഇന്ത്യൻ വംശജരോട് INA-യിൽ നിങ്ങൾ ചേരണം. ഈയിടയ്ക്ക് ബാലക്-സേന രൂപീകരിച്ചു. അന്നേരം അദ്ദേഹം മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ എനിക്ക് ബാലക്-സേനയിലേക്ക് വേണം. ഇത് കേട്ട് പലരും അദ്ദേഹത്തിൻ്റെ അവരുടെ മക്കളെ കൊണ്ടുവന്ന് ചേർത്ത് കൊടുത്തു. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ അച്ഛൻ ലക്ഷ്മിയമ്മയെ കൊണ്ടുവന്ന് ബാലക്-സേനയെ ചേർത്തതിൻ്റെ ഒരു കാരണമുണ്ട്. നേതാജിയുടെ പ്രസംഗം നേരിട്ട് കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാനേജർ പറഞ്ഞു, നേതാജി ഇങ്ങനെ ആവശ്യപ്പെട്ടു, കുട്ടികളെ ബാലക്-സേനയെ വേണമെന്ന്. ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ശരീരശേഷിയൊക്കെ ഉള്ള ആളായിരുന്നു. ലക്ഷ്മി അമ്മയെ കണ്ടു. എന്ത് പ്രായം ഉണ്ടായിരുന്നു? അമ്മയ്ക്ക് 15 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. ചേർന്നു. 2 വർഷം റിഗറസ് ട്രെയിനിങ്. വെറുതെ ഭീകരവാദത്തിനൊന്നുമില്ല, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് LMG ഉപയോഗിക്കാൻ അറിയാം, തിരുവനന്തപുരത്ത് തോക്കറിയാം, അന്നത്തെ എല്ലാ വെപ്പൺസും, മോട്ടോർ ഉപയോഗിക്കാൻ അറിയാം. എല്ലാം കഴിഞ്ഞ് വളരെ രഹസ്യമായിട്ട് അവർ എന്തും ചാവേറാക്രമണത്തിന് തയ്യാറെടുത്ത ടീമിലായിരുന്നു ലക്ഷ്മി അമ്മ. സൂയിസൈഡ് സ്ക്വാഡിലായിരുന്നു. ഒരു ദിവസം നേതാജി നേരിട്ട് കണ്ടു. അന്നേരം നേതാജിയുടെ മുന്നിൽ വെച്ച് LMG ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തു. ബാനർ ചാർജ് തിരുവനന്തപുരത്തുമായിട്ട് 16 കാരിക്കുട്ടി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം അവരെ അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ ഗതിയൊക്കെ മാറി. എങ്കിൽ പോലും അവർ ബർമ അതിർത്തിയിൽ ഗറില്ല യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തു. മാസങ്ങളോളം പിടിച്ചു നിന്നു. ഒടുവിൽ INA കീഴടങ്ങി കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ല, കീഴടങ്ങണം. അവരുടെ അച്ഛനും അമ്മയും എല്ലാം കൂടെ ആ പഴയ വീട് നിന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാം ബോംബിങ്ങിലെല്ലാം തകർന്നു പോയി. അന്നേരം ഇവരെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു. പക്ഷേ നേതാജി ഒരു കാര്യം ചെയ്തു, ഈ സ്ക്വാഡിൻ്റെ വിവരങ്ങളോ ഫോട്ടോകളോ ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അന്നേരം എങ്കിലും രഹസ്യാന്വേഷണ വിഭാഗക്കാർ അവിടെ തിരക്കി വന്നു. ഭാഗ്യത്തിന് കുറച്ച് രാജ്യസ്നേഹം അവശേഷിച്ച കുറേ ഇന്ത്യൻ സേഡികൾ അവിടെ ചെന്ന് ബ്രിട്ടീഷ് ആർമി. അന്നേരം അവരോട് ചോദിച്ചു, നിങ്ങൾ INA-യിലുണ്ടായിരുന്നു? ലക്ഷ്മി അമ്മ പറഞ്ഞു, ഞാൻ ഉണ്ടായിരുന്നു. എന്തിനാ ചേർന്നത്? എനിക്ക് ബ്രിട്ടീഷുകാരെ കൊല്ലണമായിരുന്നു, അവരുടെ സ്വാതന്ത്ര്യം മേടിക്കണമായിരുന്നു. അങ്ങനെ കൊല്ലാൻ തന്നെ ഞാൻ ചേർന്നേരം കേട്ട ആളിത് കേട്ടങ്ങ് ഇമ്പ്രസ്ഡ് ആയിപ്പോയി. അദ്ദേഹം പറഞ്ഞു, മോളെ ഇങ്ങനെ പറയരുത്, കാരണം ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാനിത് റിപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷേ ഒരു ബ്രിട്ടീഷുകാരൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ ജീവനോട് കാണത്തില്ല, പറയരുത്. പക്ഷേ അല്ല, ഞാൻ പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം ചെന്ന് റിപ്പോർട്ട് ചെയ്ത് ബ്രിട്ടീഷുകാർ വിശ്വസിച്ചു. എങ്കിൽ പോലും 8 മാസം വരെ വീട്ടുതടങ്കലിലാക്കി. വളരെ കഷ്ടപ്പെട്ടു. ഒടുവിൽ ഒരു പരുവത്തിലൊക്കെ 1950 തുടക്കത്തിലൊക്കെ ആയപ്പം തിരിച്ച് നാട്ടിലെത്തി. വളരെ കഷ്ടപ്പെട്ടു. പറഞ്ഞു, ഭക്ഷണത്തിന് പോലും ഒരു കിടന്ന് ബുദ്ധിമുട്ട് കരുതി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഉള്ളതുമെല്ലാം പോയി ഉള്ള അവസ്ഥ വന്നു. 1952 ഒരു മലയാളി വയനാട്ടുകാരൻ PV കൃഷ്ണൻ തന്നെയായിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്തു. കേരളത്തിലായിരുന്നു 40 വർഷം. ഒപ്പോളോ ടേഴ്സിലായിരുന്നു ജീവനക്കാരനായിട്ട്. ആരും അറിയാതെ ഇവിടെ ജീവിച്ചു. ആരും അറിയാതെ. 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. പ്രേമാവതി, സുരേഷ്, ജയന്തി, 3 മക്കൾ. കേരളത്തിലാണ് 3 പേരും പഠിച്ചതും വിദ്യാഭ്യാസം ചെയ്തതും ഇവിടുന്നാണ് ജോലി മേടിച്ചു പോയതും എല്ലാം. കേരളത്തിലുള്ള നവോത്ഥാന നായികമാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരും വേടന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരും ആരും അന്ന് ലക്ഷ്മി അമ്മയെ നോക്കിയില്ല. അവസാനം
ഈ അടുത്ത കാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 126-ാം ജയന്തി പ്രമാണിച്ച് തമിഴ്നാട്ടിൽ INA ജീവിച്ചിരിക്കുന്നവരെ ആദരിക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് അറിയാവുന്ന രണ്ടുപേരായിരുന്നു. ഒന്നൊരു നാടാർ എന്നുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എനിക്കറിയില്ല. നാടാർ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്ത് എല്ലാവരും വിളിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. എനിക്ക് തമിഴ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംസാരിക്കാൻ അറിയത്തില്ല. മാധവൻപിള്ള സാർ ഇപ്പോഴും ഉണ്ട്, 100 വയസ്സുണ്ട്, ഡൽഹിയിലുണ്ട്. മാധവൻപിള്ള സാറും ഉണ്ട്. അങ്ങനെ ഇവർ 2-3 പേരെ വിളിച്ചു ആദരിക്കാൻ. ആദരിക്കുന്നതായിട്ട് പറഞ്ഞു. അന്നേരം ലക്ഷ്മിയമ്മയുടെ മകൾ പറഞ്ഞു, ഈ 2 പേര് എൻ്റെ അമ്മ INA ഗവർണർക്ക്, തമിഴ്നാട് ഗവർണർക്ക് ലെറ്റർ അയച്ചു. അന്നേരം അദ്ദേഹം നേരിട്ട് കണ്ടു സംസാരിച്ചു. അവർ അമ്മയും വിളിച്ചു. അന്നേരം പരിപാടി പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് അന്ന് ഭാഗ്യം ലഭിച്ച 2 മലയാളികളെ ഉള്ളൂ. അന്നേരം UNFA അടുത്ത സംഘടനകളുടെ ഇത് പ്രകാരം ഡോക്ടർ പ്രസാദിൻ്റെ ചരിത്രം വെളിയിൽ കൊണ്ടുവന്ന കാരണത്താൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. സിംഗപ്പൂരിലുള്ള ഒരു ഉമാമാദത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്നെ വിളിച്ചു. അന്നേരം ഞാൻ മാഡത്തിനോട് പറഞ്ഞു, പ്രസാദ് ഡോക്ടറുടെ ആചാര്യവർമ്മയുടെ കൊച്ചുമോൻ്റെ മകളിവിടുണ്ട്. അന്നേരം അദ്ദേഹങ്ങളെ 2 പേരെ വിളിച്ചു. അങ്ങനെ അമ്മ ആദ്യം പരിചയപ്പെടുന്നു, ഈ ചരിത്രമെല്ലാം അറിയുന്നതും ഇവിടെ ആയിരുന്നു കേരളത്തിൽ എന്നുള്ളത്. നന്നായിട്ട് മലയാളം പറയും. എങ്കിലും ഇപ്പോഴും ആ പഴയ പോരാട്ട വീര്യമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയും, ഞാൻ ബ്രിട്ടീഷുകാരെ കൊല്ലാനാണ് ഞാൻ INA ചേർന്ന് സൂയിസൈഡ് ചാർജിന് തയ്യാറെടുത്തു. ആ സമയത്താണ് യുദ്ധം അവസാനിച്ചത്. കേരളത്തിൽ താമസിച്ച ആര് പറഞ്ഞില്ല. 72-ലാണ് പെൻഷൻ മേടിച്ചത്. അന്ന് 50 രൂപയായിരുന്നു പെൻഷൻ. ഇപ്പോഴും കേരളത്തിലെ ട്രഷറിയിൽ നിന്ന്, കളമശ്ശേരി ട്രഷറിയിൽ നിന്നാണ് പെൻഷൻ മേടിക്കുന്നത്. പഴയ മധുര സ്മരണകളെല്ലാം അയവിറക്കി അമ്മ ചെന്നൈ താമസിക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളെക്കാളും ഭേദമാണ് തമിഴ്നാട്ടുകാർ. തമിഴ്നാട്ടിലെ മീഡിയ എല്ലാം ലക്ഷ്മിയമ്മയെക്കുറിച്ച് വാർത്ത കൊടുത്തു. ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ആളാണെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അതിനുശേഷം കേരളത്തിലെ ഒരു മീഡിയ അവരുടെ സൺഡേ സപ്ലിമെൻ്റ് വാർത്ത കൊടുത്തു. ലക്ഷ്മിയമ്മ ഇപ്പോഴും ഉണ്ട്. മലയാളം മീഡിയാസ് ആരും ലക്ഷ്മിയമ്മയെ തിരക്കി ചെല്ലുന്നില്ല. ഇപ്പോഴും ഉണ്ട്. അവിടുത്തെ ഒരു ചെറിയ ഫ്ലാറ്റിൽ താമസിക്കുകയാണ് ചെന്നൈയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി സന്ദർശിച്ചിരുന്നു. അമ്മയുടെ വീട്ടുകാർക്കൊക്കെ വലിയ സന്തോഷം. എന്നോട് വലിയ കാര്യമാണ്. ഇപ്പോഴും വിളിച്ചാലൊക്കെ എടുക്കും. സാറിന് 97-ാം വയസ്സിലും ആ പ്രായം മറന്നുകൊണ്ട് അമ്മ ജീവിക്കുന്നത്. നടക്കുകയൊക്കെ ചെയ്യും, വീട്ടിനകത്തൊക്കെ നടക്കും. 97 തോന്നിക്കത്തില്ല കണ്ടാൽ. പഴയ സൈനിക പരിശീലനത്തിന്റെ ബലമാണ്. നേതാജിയെ കണ്ട ഓർമ്മകൾ നല്ല പോലെ ഉണ്ട്. പറയും, നേതാജി വെറുതെ അഭിനന്ദിച്ചു. നാളെ നിങ്ങൾ ഫീൽഡിലോട്ട് പോകണം, അതിർത്തിയിലോട്ട് പോകണം, തയ്യാറെടുത്ത് നിന്ന സമയത്താണ് സറണ്ടർ വാർത്ത വരുന്നത്. നേതാജി അപ്രത്യക്ഷമായതും. ലാസ്റ്റിൽ നേതാജിയെ കാണാനൊക്കെ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. പക്ഷെ ലിറ്റിൽ ലക്ഷ്മി എന്നുള്ള പേര് വരുന്നില്ല. കാരണം എന്താ അറിയാമോ? ലക്ഷ്മിയമ്മ സൈലന്റ് ആയിരുന്നു. ലക്ഷ്മിയമ്മ വേറെ പ്രചരിപ്പിക്കാൻ പോയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇഗ്നോർ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു ചരിത്രകാരന്മാർക്ക്. ഇഗ്നോർ ചെയ്യുക, INA ഇഗ്നോർ ചെയ്യുക. 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ എതിരെ യുദ്ധം ചെയ്ത ഏക രാജകുടുംബാംഗം മലയാളിയാന്ന് പറയാൻ മലയാളി ചരിത്രകാരന്മാർക്ക് നാണക്കേടാണോ? അല്ലെ യവന്മാർക്ക് ഹിഡൻ അജണ്ടയുണ്ടോ? യവന്മാരെന്ന് തന്നെ വീഴ്ച ഇതാണ്. മാധ്യമങ്ങളോട് ഇതേ ഭാഷ തന്നെ പറയുന്നത്. ഇവർക്ക് എന്താ വയ്യായിരുന്നോ? വർഷങ്ങൾക്ക് ശേഷം ചരിത്രകാരനല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് പത്രപ്രവർത്തനം നടത്തിയ ആൾ ഞാനിത് വെളിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ജനം അറിയുന്നത്. പലരും എന്നെ വിളിച്ചിങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കുഴപ്പമില്ല. ഇതാരും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ചരിത്രകാരന്മാർക്കും ഇതിനകത്തങ്ങ് താല്പര്യമില്ല. ദേ ഹാഡ് ആൻ ഹിഡൻ അജണ്ട, സ്റ്റിൽ ദേ ആർ ഫോളോയിങ് ഇറ്റ്. പലരെയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്നപോലെ ത്യാഗം ചെയ്തു, ഇങ്ങനെ ചെയ്തു. പക്ഷേ ഈ ലക്ഷ്മിയമ്മയുടെ ത്യാഗം കണ്ടില്ല മലയാളി. 40 വർഷം ഇവിടെ ജീവിച്ച ലക്ഷ്മിയമ്മയുടെ ത്യാഗം കണ്ടില്ല. എന്തൊരു നാണക്കേടാ. പ്രബുദ്ധ മലയാളിയാണെന്ന് പറയുന്നത്. നേതാജിയുടെ സൂയിസൈഡ് സ്ക്വാഡിൽ സ്വന്തം ജീവൻ രാജ്യത്തിന് കൊടുക്കാൻ പോയ ഒരു 16-കാരി പെൺകുട്ടി ഇവിടെ താമസിച്ചിട്ട് ഈ ആരെയൊക്കെ ഇവിടെ നവോത്ഥാന ശബരിമല കയറാൻ നടക്കുന്നവരെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നവരാരും ലക്ഷ്മിയമ്മയെ കണ്ടില്ല. തമിഴ് മാധ്യമങ്ങൾ കാണുന്നുണ്ട്, വടക്കേന്ത്യൻ മാധ്യമങ്ങൾ ലക്ഷ്മിയമ്മയെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാനന്ന് കണ്ടു, അവിടുത്തെ 2 പരിപാടിക്ക് ഞാൻ പങ്കെടുത്തത്, 126 ജന്മദിനവും 127 ജന്മദിനവും. എന്തൊരു ഇതായിട്ടാണെന്നറിയാം മാധ്യമങ്ങളെല്ലാം ലക്ഷ്മിയമ്മ എടുത്ത് ചെല്ലുന്നത്. നമുക്ക് മറ്റു മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത് മാതൃകയെങ്കിലും ആക്കേണ്ടതാണ് കേരളത്തിലെ. കേരളത്തിലുള്ളവർക്ക് മാതൃകയാക്കാൻ മദനിയുണ്ട്, റൌഫ് ഉണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ലോ. അവർക്ക് പ്രസാദ് ഡോക്ടറെ, രാമവർമ്മ കൃഷ്ണപ്രസാദിനെ വേണ്ട, ഈ ഇദ്ദേഹത്തിനെ ലക്ഷ്മിയമ്മയെ വേണ്ട. മാധവൻപിള്ള നമ്മുടെ തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. 100 വയസ്സുണ്ട്. സ്റ്റില്ലല്ലേ. എനിക്ക് അദ്ദേഹം INA ക്യാബിനറ്റിനെ കുറിച്ചൊക്കെ ഉള്ള എഴുതി സ്വന്തം കൈപ്പടയിൽ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനല്ല ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മളെക്കാളും റീച്ചുള്ള തരം മലയാളം മാധ്യമ പ്രവർത്തകരുണ്ട്, PhD ചെയ്യേണ്ട വിദ്യാർത്ഥികളുണ്ട്. അല്ല, അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. എൻ്റെ ഒരു എളിയ ശ്രമമാണ്. പക്ഷേ താല്പര്യം ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഒന്നും അറിയാതിരുന്ന എന്നെ, ഞാനൊരു വെറും ലാബ് അസിസ്റ്റൻ്റായിട്ട് കഴിഞ്ഞു കൂടുമായിരുന്നു. എനിക്ക് ഇത്രയും മാധ്യമ ശ്രദ്ധ കിട്ടി. ഇന്ത്യൻ നാഷണൽ ആർമി എൻ്റെ ഒരു നേതാജിന് FB പേജ് ഉണ്ട്, 65,000 പേജുള്ള കൽക്കട്ടയിൽ നിന്നുള്ളത്. അവർക്ക് കേരളത്തിൽ നിന്നുള്ള INA കുറിച്ചുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഞാനാണ്.
സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. മലയാളിക്ക് നാണമില്ലെങ്കിലും ബംഗാളിക്ക് നാണമുണ്ട്. അദ്ദേഹം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ഒരു റൈറ്റർ ഉണ്ട്, വടക്കേ ഇന്ത്യൻ റൈറ്റർ മധുശ്രീ ഗുപ്ത, അവരെന്നെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഭിമാനത്തോടെ പറയാം, കേരളത്തിലെ INA-കാരുടെ വിവരം എടുത്തു കൊടുക്കണം. അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. എൻ്റെ കിട്ടിയവരുടെ ഞാൻ കോടീകരിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ INA-കാരുടെ വീട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഇത് തന്നാൽ, വിവരങ്ങൾ തന്നാൽ സന്തോഷത്തോടെ തീർച്ചയായിട്ടും അത് ഞാൻ ഇവിടെ കൊടുക്കാം. കൂടാതെ മധുശ്രീ ഗുപ്തയ്ക്ക് ആ ഡീറ്റെയിൽസും കൊടുക്കാം. അതുകൂടെ ഞാൻ അറിയിക്കുന്നു. ആയിക്കോട്ടെ. എന്തായാലും ഈ ലക്ഷ്മിയമ്മയെക്കുറിച്ച്, ലിറ്റിൽ ലക്ഷ്മിയെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. അറിയപ്പെടാത്ത ഇതിലൂടെ നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എവിടെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ INA-യിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോയ ധീരദേശാഭിമാനികളുടെ ചരിത്രം, അത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആകട്ടെ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നമുക്കതെല്ലാം ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി അതിനെല്ലാം ഉൾപ്പെടുത്തി അതിനെ സൂക്ഷിച്ചു വെക്കാം. അത് നമ്മുടെ വരുന്ന കുഞ്ഞുങ്ങളെ, ഈ ഭാവി തലമുറയെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കുമെന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.